ഗാസയിൽ 1.5 വർഷം പിന്നിട്ട് യുദ്ധം നീളുമ്പോൾ സായുധമായും രാഷ്ട്രീയമായും ഹമാസ് ദുർബലമാകുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ ഫലമായി കമാൻഡർമാരിലുണ്ടായ കുറവും തുരങ്ക ശൃംഖലയ്ക്കുണ്ടായ നാശവും മാത്രമല്ല, ഇസ്രയേലി പിന്തുണയോടെ വിമത വിഭാഗങ്ങൾ ശക്തി പ്രാപിക്കുന്നതും ഹമാസിന് പ്രഹരമേൽപ്പിച്ചതായാണ് റിപ്പോർട്ട് പറയുന്നത്. ഇതിനിടെ പ്രധാന സഖ്യകക്ഷിയായ ഇറാന്റെ ആയുധ സഹായം അടക്കം കുറയാനുള്ള സാധ്യതയും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ ചുവട് പിടിച്ച് ഇസ്രയേൽ ആരംഭിച്ച സൈനിക നടപടി ഗാസയിൽ 20 മാസത്തിലകം നീണ്ട യുദ്ധത്തിൽ എത്തി നിൽക്കുന്നു. ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ മാർച്ചിൽ പരാജയപ്പെട്ടതോടെ ഇസ്രയേലിന്റെ ഗാസ ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കുകയാണ്. യഹിയ സിൻവാറിന്റെ വധമടക്കം വലിയ തിരിച്ചടികളാണ് പ്രധാന പ്രതിരോധമായി സ്വയം ഉയർത്തിക്കാണിക്കുന്ന ഹമാസിന് ഇക്കാലയളവിലുണ്ടായതെന്ന് റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു. ഇതുവരെ 20,000-ത്തിലധികം ഹമാസ് സൈനികരെ വധിച്ചെന്നും 100 മൈലുകൾ നീളുന്ന തുരങ്ക സംവിധാനം ഉപയോഗശൂന്യമാക്കിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് പൂർണ്ണമായും ഗാസ ഉപേക്ഷിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. ഗാസയിൽ ഇനിയൊരു ഭരണം സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഹമാസിന് സാന്നിധ്യമോ സ്വാധീനമോ ഉണ്ടാകരുതെന്നാണ് ഇസ്രായേലിന്റെ നിബന്ധന. എന്നാൽ നിരുപാധികമായി കീഴടങ്ങലിന് ഒരു കാലത്തും വഴങ്ങില്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. പ്രധാന സഖ്യകക്ഷിയായ ഇറാനിൽ നിന്നുള്ള ആയുധ സഹായം കുറയാനുള്ള സാധ്യത ഇതിനിടെ പുതിയ വെല്ലുവിളി ഉയർത്തുന്നതായാണ് റിപ്പോർട്ട് പറയുന്നത്. ഹമാസുമായുള്ള ഇറാന്റെ ഏകോപനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന റവല്യൂഷണറി ഗാർഡ്സിന്റെ സയ്യിദ് ഇസാദിയെ വധിച്ചതായി കഴിഞ്ഞ ദിവസം IDF സ്ഥിരീകരിച്ചിരുന്നു. സൈനിക പരിശീലനത്തിലടക്കം നിർണായക സ്വാധീനമായിരുന്ന ഇസാദിന്റെ വധം ഹമാസിനെ കൂടുതൽ ദുർബലമാക്കുമെന്ന് ഇസ്രായേൽ കണക്കാക്കുന്നതായാണ് റിപ്പോർട്ട്. ഇതിനിടെ ഇസ്രായേലിന്റെ സഹായത്തോടെ മറ്റു വിമത ശക്തികൾ ഉയർന്നുവരുന്നതും വെല്ലുവിളിയാണ്. റഫ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അബു ഷബാബാണ് അതിൽ പ്രധാനി. ഇസ്രായേൽ ആയുധങ്ങളടക്കം നൽകി വളർത്തുന്ന ആഭ്യന്തര ശത്രു എന്ന നിലയിലാണ് ഹമാസ് സംഘത്തെ കാണുന്നത്. വിമത നേതാവായ യാസർ അബു ഷബാബിനെ വധിക്കാൻ ഹമാസ് അടുത്തിടെ പദ്ധതിയിട്ടെങ്കിലും റഫയിലെ ഇസ്രായേൽ നിയന്ത്രണം മറികടന്ന് പദ്ധതി നടപ്പിലാക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ അബു ഷബാബുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചെങ്കിലും ഇസ്രായേലിന്റെ സഹായമോ പിന്തുണയോ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് സംഘം പറയുന്നത്. റഫേൽ സ്വൈരവിഹാരമുള്ള ഈ സംഘം ഹമാസിന്റെ നിലവിലെ ദൗർലഭ്യങ്ങളെ മുതലെടുത്ത് സ്വാധീനം ശക്തിപ്പെടുത്തുന്നതായി നയതന്ത്രജ്ഞർ കണക്കാക്കുന്നു. പലസ്തീനിയൻ ജനതയ്ക്കുള്ളിൽ ഹമാസിനെതിരെ വളർന്നുവരുന്ന അതൃപ്തി കൂടിയാകുമ്പോൾ ഇത് ഇരട്ടി പ്രഹരമാകുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.